സോ എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ്? ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളോ അതിൻ്റെ ബൈ പ്രൊഡക്ട്സോ അതിനെപ്പറ്റിയുള്ള പഠനം മാത്രമല്ല, നമുക്ക് എന്താണ് പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് അറിയുന്നതാണ്. പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം എന്താണ്? അപ്സ്ട്രീം എന്ന് വെച്ചാൽ എക്സ്പ്ലോഷൻ, ഡ്രില്ലിംഗ്, എക്സ്ട്രാക്ഷൻ. മിഡ് സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോഴത്തേക്ക് ഫർദർ പ്രോസസിംഗ് ഓഫ് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ റോ മെറ്റീരിയലായിട്ട് ഇൻഡസ്ട്രീസിലേക്ക് എത്തിക്കുന്നതും. ഇത് മൂന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമുക്ക് മെയിൻലി ഓയിൽ ആൻഡ് ഗ്യാസിൽ വരുന്നത്. സോ അപ്സ്ട്രീമിൽ വരുമ്പോഴത്തേക്ക് എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ കണ്ടെത്തിയ സാധനം എന്ത് ചെയ്യണം? ഡ്രില്ല് ചെയ്യണം. സോ ഡ്രില്ല് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഇതാണ് നമുക്ക് അപ്സ്ട്രീമിൽ വരുന്നത്. മിഡ് സ്ട്രീമിലേക്ക് വരുമ്പോഴത്തേക്ക് ഫർദർ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിങ്ങും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജുമാണ് നമുക്ക് മിഡ് സ്ട്രീമിലേക്ക് വരുന്നത്. മിഡ് സ്ട്രീമിൽ നിന്ന് നമുക്ക് ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫർദർ പ്രോസസ്സിങ് ഓഫ് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ റിഫൈനിങ് ആണ് നമുക്ക് ഡൗൺ സ്ട്രീമിലേക്ക് വരുന്നത്. റിഫൈനിങ്ങും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ആയിട്ട് പല ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുന്നതുമാണ് നമുക്ക് ഡൗൺ സ്ട്രീമിലേക്ക് വരുന്നത്. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മളിവിടെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ അണ്ടറിൽ നമുക്ക് നടക്കുന്നത്. സോ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വാളിഫിക്കേഷൻ അല്ല, സോ ആളുടെ കഴിവാണ് മാറ്റർ ചെയ്യുന്നത്. അന്ന് വെച്ചാൽ 10th തൊട്ടിട്ട് 10th, 12th, ഡിഗ്രി, PG ആർക്ക് വേണേലും ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. സോ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും മാത്രമല്ലാതെ നമുക്ക് ആഡ് ഓൺ കോഴ്സസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആഡ് ഓൺ കോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MS ഓഫീസിൻ്റെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ വിത്ത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ട് കുട്ടികൾക്ക് ഇടപഴകാനും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ SLBS നമ്മൾ ടാലന്റ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് പല ടാലന്റുള്ള കുട്ടികളായിരിക്കും ഇവിടെ പഠിക്കാൻ വരുന്നത്. സോ ഇവരുടെ ടാലൻസിനെ ഷോക്കേസ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം നമ്മളിവിടെ SLBS കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കുട്ടികൾ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഇവർക്ക് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ECP എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷനും കൂടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഇവർക്ക് എങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ഇൻ്റർവ്യൂവിന് ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിങ് വേണ്ടത്, സോ എങ്ങനെയാണ് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത്, സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ ഒരു സെഷൻ നമ്മളിവിടെ SLBS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കേഷനും നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് തന്നെയാണ് SLBSനെ മറ്റ് അക്കാഡമീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത്.